ഈ കുട്ടിയുടെ കുടുംബത്തിനെക്കുറിച്ച് വളരെ അടുത്ത് എനിക്ക് കൂടി ഒരു കുടുംബബന്ധമുള്ളൊരു കുടുംബമാണ് ഈ കുടുംബം. ഇവരുടെ മുത്തച്ഛൻ, ഈ മരിച്ച അസുമ ബീവിയുടെ ഭർത്താവിനെ അടക്കം നേരിട്ട് വളരെ ചെറുതിലേ അറിയാവുന്നുള്ള വളരെ സാത്വികനായ, വളരെ സമാധാനപ്രിയനായ ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 11 മക്കളിൽ ഇളയവനായ റഹീമിൻ്റെ മകനാണ് ഈ കൊലപാതകിയായ പ്രതിയായ അഫാൻ. ഈ അഫാനെ കുറച്ചു കാലം വളർത്തിയത് ഈ അച്ഛൻ്റെ അമ്മയായ ഈ 95 വയസ്സായ ഈ മുത്തശ്ശിയാണ്. അവരെയാണ് അവൻ ആദ്യം അതിക്രൂരമായി കൊല ചെയ്തത്. ഇവരുടെ ഈ മക്കൾക്കാർക്കും ഈ മരണപ്പെട്ട ഈ മുത്തശ്ശിയുടെ ആൺമക്കൾക്കോ പെൺമക്കൾക്കോ ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എന്ന് മാത്രമല്ല, അവർ വളരെ മര്യാദക്കാരും സാത്വികരും സമൂഹത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ആളുകളും ആണ്. ഒരിക്കലും ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്മുറക്കാരൻ ഇത്രയും ഭീകരമായ, ലോകത്തെ ഞെട്ടിച്ച എന്ന് തന്നെ ഞാൻ പറയും, അങ്ങനെ ഒരു കൃത്യത്തിൽ ഏർപ്പെടും എന്ന് വിചാരിക്കുക എളുപ്പമല്ല. ഇന്നലെ ഈ സംഭവം ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ച് അവിടുത്തെ ആളുകൾ, അയൽവാസികൾ പറയുന്നത്, പ്രസിഡൻ്റെ ഈ അമ്മുമ്മ ഈ കാൽ തട്ടി വീണ എങ്ങനെയോ അവരുടെ തലയുടെ പുറകിൽ മുറിവേറ്റ് മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് വരണം. ഇത്രയും പ്രായമുള്ള, ഇത്രയും സാത്വികമായ ഒരു സ്ത്രീയെ, ഒരു അമ്മൂമ്മയെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി പ്രസിഡൻ്റ് ഒന്ന് ബന്ധപ്പെടണം എന്നാണ് പ്രദേശവാസികൾ ആദ്യം ആവശ്യപ്പെട്ടത്. ഞാൻ 1 കിലോമീറ്ററിനപ്പുറത്ത് നിൽക്കുന്നു. ഞാൻ അവിടെ ഒരു കാറിൽ വരുമ്പോൾ കാണുന്നത് ഇവർ അടുക്കള ഭാഗത്ത് മരിച്ചു കിടക്കുന്നതാണ്. വളരെ സമയങ്ങൾക്കുള്ളിൽ തന്നെ പാങ്ങോട് SHO അവിടെ എത്തി. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഈ ഇത്രയും പ്രായമുള്ള അമ്മ മലർന്നു വീണപ്പോൾ ഈ കട്ടളപ്പടിയുടെ വാതിലിൽ പിൻ സൈഡ് ഇടിച്ച് മുറിഞ്ഞ് രക്തം വാർന്ന് ആരും കാണാതെ മരിച്ചുപോയതാകാം എന്നാണ് ഞങ്ങൾ ധരിച്ചത്. അപ്പോൾ CI പറഞ്ഞു, ആർക്കും പരാതിയില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും ബാക്കിയുള്ളവരും ഒക്കെ ഇത് എഴുതി തന്നാൽ മറ്റു ദുരൂഹതയൊന്നുമില്ലെങ്കിൽ നമുക്കത് ആലോചിക്കാം പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴാണ് ഈ കൂട്ടുകിടക്കാൻ വന്ന മകളാണ് ഇവരുടെ മരണം പെട്ട് കിടക്കുന്നത് കാണുന്നത്. ഇവരുടെ അപ്പുറത്ത് മകൻ താമസമുണ്ട്, അയാളും ഭാര്യയും സ്ഥലത്തില്ലായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് എല്ലാ മക്കളും ചേർന്ന് ഇവർക്കായി ഒരു ചെറിയ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും അവർ താമസിക്കാതെ ഈ 2 വീടിൻ്റെ ഇടയിലുള്ള പുറകിൽ തൻ്റെ ഭർത്താവ് താമസിച്ച മണ്ണ് വെച്ച ഷീറ്റിട്ട ഒരു ചെറിയ വീട്ടിലാണ് ഈ അമ്മുമ്മ താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, ഉമ്മയുടെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ പിക്ചർ മാറുന്നത്. അപ്പോൾ SHO പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് നമുക്ക് ഇത് മറ്റു കാര്യങ്ങളിലേക്ക് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരോടും ചോദിക്കുകയും മൊഴിയെടുക്കുകയും അന്വേഷണം നടത്തുകയും ഒക്കെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സർപ്രൈസായി ഒരു വാർത്ത വരുന്നത്, ഇത്രയും ആളുകളെ കൊന്നുകൊണ്ട് ഒരു പ്രതി അഫാൻ പഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന്. അതിനുശേഷമാണ് കേരളത്തെ ഞെട്ടിച്ച അതിനിഷ്ഠൂരവും ക്രൂരമായോ ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത്. തീർച്ചയായും ഇയാൾ ലഹരിക്കടിമയാണോ ഇല്ലയോ എന്ന് അയൽവാസികൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ പാങ്ങോട് പ്രദേശത്തുള്ളവർക്കോ ഇപ്പോൾ അവർ താമസിക്കുന്ന പുല്ലമ്പാറ പഞ്ചായത്തിലുള്ള പ്രസിഡന്റിനെയും മെമ്പർമാരെയും അയൽവാസികളെയും ഒക്കെ ഞാൻ ബന്ധപ്പെട്ടു. അവരുടെ രക്ഷകർത്താക്കളെ അടക്കം ഞാൻ കണ്ടു ചോദിച്ചു, ഈ കുട്ടിക്ക് എന്താ, ഇവൻ ഒരു അന്തർമുഖനായി ആരോടും അധികം സംസാരിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവനിൽ ഒരു മറ്റ് ദുസ്വഭാവങ്ങളോ ദൂഷ്യങ്ങളോ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പറയുന്നത്. പക്ഷേ ഇവൻ വളരെ രഹസ്യമായി അതിമാരകമായ ഏതോ മയക്കുമരുന്ന് മണവും അതുപോലെ തന്നെ രുചിയും ഇല്ലാത്ത, എന്നാൽ സിന്തറ്റിക്കായ ഏതോ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് 10-35 വർഷത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഉള്ള പരിചയത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. ഒരിക്കലും അബ്നോർമലാകാത്ത ഒരു ചെറുപ്പക്കാരന് തൻ്റെ അച്ഛൻ്റെ അമ്മയെയും സ്വന്തം അമ്മയെയും താൻ ജീവന തുല്യം സ്നേഹിച്ച സ്വന്തം അനുജനെയും തന്നെ ഇഷ്ടപ്പെട്ട് അമ്മയെയും അച്ഛനെയും മറ്റെല്ലാത്തിനെയും ത്യജിച്ച് തന്നോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്ന
ഒരു 19 വയസ്സുള്ള പെൺകുട്ടിയെയും അതുപോലെ തന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠനെയും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും ഇത്രയും നിഷ്ഠൂരമായി പണ്ട് ഈ ചുറ്റിയല് കൊണ്ട് റിപ്പർ കൊലപാതകം നടത്തിയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 80കളിലാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ. അതും 1-2 ആളുകളെയാണ് ചെയ്തത്. ഇത്രയും നിമിഷ നേരം കൊണ്ട് 20-25 കിലോമീറ്ററിനുള്ളിൽ 3 വീടുകളിലായി സ്വന്തം അമ്മയെയും അനുജനെയും കാമുകിയെയും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ്റെ അമ്മ 95 വയസ്സായ അബലയായ ഒരു പാവപ്പെട്ട വൃദ്ധയായ ഒരു സാത്വികയായ അമ്മുമ്മയെയും അതുപോലെ തന്നെ ഒരു വളരെ മര്യാദക്കാരും വളരെ മാന്യന്മാരുമായ ലത്തീഫ് സാഹിബിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിനിഷ്ഠൂരമായും ക്രൂരമായും കൊലപ്പെടുത്താൻ ഈ പ്രതിക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ പ്രതിയുടെ മാനസിക നില നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് പോലെയല്ല. ഇയാൾ നിരന്തരമായി ഡ്രഗ്സിന് അടിമയായിരുന്നു എന്ന് തന്നെ കരുതണം. ഇദ്ദേഹം ഇത് ചെയ്യുമ്പോഴും അദ്ദേഹം അതിമാരകമായ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ശരി, പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു സംശയം പറയുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ട്. കാരണം ഒരു സാധാരണ മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്.